നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ എന്നുള്ള ആ തത്വത്തിൽ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാലാജി മഹാരാജ് ദേഷ്യത്തെക്കുറിച്ച്, ആങ്കറിനെ കുറിച്ചിട്ട് തുടരുകയാണ്. ഇഫ് ആങ്കർ ഇസ് ഓവർകം ആൻഡ് എ നാസ്റ്റി ആൻഡ് ഷോർട്ട് ടെമ്പർ ഇസ് അവോയ്ഡഡ്, ദർ ഇസ് സ്കോപ്പ് ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് എ ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് മൈൻഡ്. The greater the control over it, the freer and more bounteous is the celestial gift. It is a pity that this important and essential principle of the use of the tongue in the inevitable and constant activity of man is often overlooked and neglected. It is also unfortunate if the divine Guru is held responsible for any lapse. It is no doubt very difficult to control the mind. നമ്മുടെ നാവ് ഈ ലോകമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന അവയവം എന്ന് പറയാം. ചിന്തകൾ വാക്കുകളിലൂടെയാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. നല്ല വാക്ക് ചൊല്ലണം എന്ന് നമ്മൾ പറയാറുണ്ട്. നാവിൽ സരസ്വതി വിളയാടണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മുടെ വാക്കുകൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ്റെ റിഫ്ലക്ഷൻ ആണ് എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. നമ്മുടെ ക്യാരക്ടറിൻ്റെ റിഫ്ലക്ഷനാണ്. അതിൻ്റെ ടോൺ, നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ എല്ലാം പറഞ്ഞു. ഇരട്ട അർത്ഥമുള്ള വാക്കുകൾ പറയാൻ പാടില്ല, ആംബിഗ്വിറ്റി പാടില്ല, അതായത് ക്ലിയർ അല്ലാതെ സംസാരിക്കാൻ പാടില്ല. പിന്നെ ടോൺ ശരിയാണ്, വല്ലാണ്ട് ഹൈ പിച്ച് ലോ പിച്ച് പാടില്ല. എപ്പോഴും കണക്റ്റഡ് ആവണം, ഡിവൈൻ കറണ്ടിലേക്ക് കണക്റ്റഡ് ആവണം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ആ ഡിവൈൻ പ്രവാഹം അത് അനുസ്യൂതമായിട്ട് പ്രവഹിക്കും. മുമ്പിലുള്ളവരെ ഹൃദയങ്ങളെ സ്പർശിക്കും. ഇപ്പോൾ കറക്ഷൻ വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്.
നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ബെറ്ററാക്കി കൊണ്ടുവരും. നമ്മളെ കൂടുതൽ നല്ല ഇൻസ്ട്രുമെൻസാക്കി മാറ്റുക. എത്രത്തോളം നമ്മുടെ ഈ കണക്ഷൻ ഉയരുന്നത് അത്രത്തോളം നമ്മുടെ മുമ്പിലുള്ള നമ്മൾ അനുഭവിക്കുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വേറെ ഡയമെൻഷൻസിലേക്ക് എത്തുന്നു. ബാക്കിയുള്ളവരുടെ ദുഃഖം അനുഭവിക്കുമ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആസ്പിരൻറ്റ്, സ്പിരിച്വൽ സയൻറ്റിസ്റ്റ് എന്ന് പറയും, ഇവിടെ കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നു. ദിവ്യമായിട്ടുള്ള സാമ്രാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ വർദ്ധിച്ച് വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ജോയ് അനുഭവിക്കുന്ന, ആനന്ദം അനുഭവിക്കുന്ന നിമിഷങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ ശരിക്കും നിഷ്കളങ്കമായിട്ടുള്ള ആനന്ദം ലഭിച്ചിട്ടുള്ള സമയങ്ങൾ നമ്മൾ ദിവ്യമായിട്ടുള്ള സാമ്രാജ്യമായിട്ട് കണക്റ്റഡാണ്. ഉദാഹരണത്തിന് സുഷുപ്തി അവസ്ഥ, അതുപോലെ തന്നെ ഫാമിലിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നല്ല അവസരങ്ങൾ, വലിയ അവസരങ്ങളാവണമെന്നില്ല. ജീവിതാന്ത്യത്തിൽ നമ്മൾ ഓർക്കുന്ന നിമിഷങ്ങൾ നമ്മളിവിടെ ലഭിച്ചിട്ടുള്ള കപ്പുകളോ പ്രൈസുകളോ ഒന്നും അല്ല. മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് എന്നുള്ള ഒരു പുസ്തകം, അത് വായിച്ചു നോക്കണം. മരണാനന്തരം എന്താണ് ഓർക്കുന്നത്? എൻ്റെ അച്ഛനും ഞാനും കൂടി വരുന്ന വഴിക്ക് ഐസ്ക്രീം കഴിച്ചു. ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി എന്നെ സ്കൂളിൽ കാണാൻ വന്നു. ഞാൻ റോഡ് മറികടക്കുമ്പോൾ ഒരാളെ സഹായിച്ചു. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പോസിറ്റിവിറ്റി. ഇത്രയും നമുക്ക് ഓർക്കാനുണ്ട്. ബാക്കിയുള്ളതൊക്കെ മാച്ചുകളേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സെൽഫ് പ്രവർത്തിക്കാതെ, നമ്മുടെ ഈഗോ പ്രവർത്തിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് സെൽഫ്ലെസ് ആയിട്ട് വന്നിട്ടുള്ള ആ സമയങ്ങൾ അത് കോർത്തിണക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈൻ കിങ്ഡമിൻ്റെ ആ ഗ്ലിംസ് കിട്ടും. അത് കൂടിക്കൂടി വരും. ഡെപ്തിലേക്ക് വന്നത് 24/7 ആകുമ്പോൾ നമ്മൾ അവിടെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആകും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ദിവ്യമായിട്ട് സാമ്രാജ്യം മാത്രം. അപ്പോൾ അവിടെ പുറമേ പ്രകടിപ്പിക്കേണ്ട ക്രോധത്തിൻ്റെ അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. ലാലാജി മഹാരാജിയോട് പറയണം, ദേഷ്യത്തെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, ഷോർട്ട് ടെമ്പർ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിൽ സന്തുലിതാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ആധ്യാത്മിക യാത്രയിൽ സഹജമാർഗത്തിൽ ആജ്ഞാചക്രം ഒബ്ജക്റ്റീവായിട്ടുള്ള യൂണിവേഴ്സിൽ നിന്ന് സബ്ജക്റ്റീവായിട്ടുള്ള ലോകത്തിലേക്ക് തിരിയുന്ന പോയിൻ്റാണ്. മാറ്റർ പവറാവുന്ന ഒരു പോയിൻ്റാണ് ആജ്ഞാചക്രം. അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ച സംഭവിക്കുന്നത്. ബ്രഹ്മാണ്ഡ മണ്ഡലം പിന്നെ അങ്ങോട്ടാണ്. അവിടെയും പക്ഷേ ഞാൻ ക്രിയേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ കാണുന്ന ക്രിയേഷൻ്റെ ഒറിജിൻ ചിത്ത് ലേക്ക് എന്നുള്ള സ്ഥലത്തു നിന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അപ്പോൾ സഹജമാർഗത്തിൻ്റെ ലിറ്ററേച്ചർ വായിച്ചാൽ അറിയാം, 7-ാമത്തെയും 8-ാമത്തെയും പോയിൻറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും ചിത്ത് ലേക്ക്. ഇവിടുത്തെ കോൺഷ്യസ്നസ്സിൻ്റെ എല്ലാം സിലബസ് അവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ചിത്ത് ലേക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉയരുന്തോറും അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും ആൾക്കാർ, വളരെ ഉയർന്ന ഋഷിമാരായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ഇൻട്രാക്ഷൻ മോശമായി കഴിഞ്ഞാൽ അവിടെ പ്യൂരിഫിക്കേഷൻ സംഭവിക്കില്ല. വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. ബാബുജി മഹാരാജ് എസ്പെഷ്യലി ദുർവാസ മുനിനെ കുറിച്ച് പറയുന്നത്, ദേഷ്യം വരും. വളരെ എലിവേറ്റഡ് ആണെന്ന് പറയുന്ന ഒരു വിഷയമാണ്, പക്ഷേ ദേഷ്യം വരും. തൻ്റെ ഇംഗിതത്തിന് എതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ശപിക്കും ദുർവാസാവ്. ഇപ്പോൾ സ്പിരിച്വൽ പ്രോഗ്രസ് നിലയ്ക്കാനുള്ള സാധ്യതയാണ് ഈ ദേഷ്യം കാരണം ക്രിയേഷനിലേക്ക് തിരിയാൻ. ഇവിടെ ഡിഫറൻസസ് കാണണം. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്നെ അപമാനിക്കുന്നു എന്ന് തോന്നുകയാണ്. അപ്പോൾ ഞാനും ക്രിയേഷനും വേറെയുമാണ്. അത് ഈശ്വര സ്വഭാവമല്ല. അപ്പോൾ കൂടുതൽ ആക്സെപ്റ്റൻസിലേക്ക് നമ്മൾ എത്തുമ്പോൾ ദേഷ്യം വരുന്ന അവസരങ്ങൾ കുറഞ്ഞു വരുന്നു. നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ്. ഒന്നിനെയും നമ്മൾ എതിർക്കല്ല ചെയ്യുന്നത്. നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നതോടും അത് അനുഭവിക്കാൻ വീണ്ടും കണ്ടക്ട് ചെയ്യും. നമ്മൾ എന്തിനാണോ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമ്മൾ തിരിച്ചു വരാനുള്ളൊരു കാരണമാവും. നമ്മൾ ആരെങ്കിലും ഒരാളെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തി പോയാലും അതേ സമാന്തരമായിട്ടുള്ള ക്വാളിറ്റിയുള്ള വേറെ ആൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ തരത്തിലുള്ള അവസരങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് കൂടുതൽ കാണാം.
കല്യാണം കഴിച്ച വ്യക്തിത്വ സ്പൗസ്, ഭാര്യയായാലും ഭർത്താവായാലും അവർ നമ്മൾ 24/7 കാണാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്, അറിയും. ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയും. അപ്പോൾ വളരെയധികം പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാർ കൂടി കല്യാണം കഴിച്ച ഒരു കൊല്ലം കഴിയുമ്പോൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നതാണ്. കാരണം എന്താണ്? അവരെ യഥാർത്ഥ പേഴ്സണാലിറ്റി പ്രത്യക്ഷമാണ്. അതൊരു മറച്ചു വെച്ചിരിക്കുകയാണ്. അത് പ്രകടമാക്കുക. നമ്മളിൽ നിന്ന് തന്നെ ഒളിപ്പിച്ച് വയ്ക്കുക. മറ്റുള്ളവർ കാണാതെ ഒളിപ്പിച്ച് വെച്ച മറകളാണ്. അത് തെളിയുന്നു. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടാളിയായിരിക്കണം നമുക്ക് വേണ്ടത്. നമ്മളും അതുപോലെയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒരു വ്യക്തിയെ 100% സ്നേഹിക്കാൻ തുടങ്ങും. ഒരവസരം കൂടി ദേഷ്യം വരാനുള്ള സാധ്യതയില്ല. ഭാര്യ വല്ലതും പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് വല്ലതും പറയുമ്പോൾ ദേഷ്യമില്ലാതെ സ്വീകരിക്കാൻ സാധിക്കുക. അപ്പം തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ശാന്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുക. അവർ എവല്യൂഷൻ്റെ പാതയിൽ ചിലപ്പോൾ നമ്മൾ മുമ്പിലായിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ പുറകിലായിരിക്കും, അത് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ പരിണാമത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്ഭുതം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ക്രമേണ സ്നേഹം വളരാൻ തുടങ്ങും. അതുപോലെ തന്നെ സ്വീകരിക്കുക. ആക്സെപ്റ്റൻസിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഒരു പുഴ ഒഴുകുന്ന ഉദാഹരണം ചാരിജി മഹാരാജ് പറയുന്നത്, ഒരു പുഴ ഒഴുകുമ്പോൾ വലിയ കല്ല് കാണുകയാണെങ്കിൽ കല്ലിനെ തട്ടിയിടാൻ നോക്കില്ല, സൈഡിൽ കൂടെ ഒഴുകുന്നു. ക്രമേണ കല്ല് പൊടിഞ്ഞങ്ങോട്ട് പോകും, പുഴ വലുതാവും. ഇതുപോലെയാണ് സ്നേഹത്തിൻ്റെ ആ ഒഴുക്ക്. സ്നേഹം എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. അത് അങ്ങനെയാണ്. നമ്മളത് മാറ്റാൻ ശ്രമിക്കേണ്ട. അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് തന്നെ കൊണ്ടുവരണ്ട. അപ്പോൾ അത്ഭുതം എന്ന് പറയുമ്പോൾ കൂടുതൽ അത് മിങ്കിൾ ചെയ്യാൻ തുടങ്ങും. ഭാര്യ ഭർത്താവോ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ പറഞ്ഞതിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവർ തന്നെ മാറാൻ തയ്യാറാണ്. തുടക്കം ഇടുന്നതാണ് ഇവിടുന്ന്. നേരെ മറിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ നിർബന്ധപൂർവ്വം മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകും. ന്യൂട്ടൺസ് ലോ പറയുന്നത് ആക്ഷൻ പ്രൊഡ്യൂസസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ആ ഓപ്പോസിറ്റ് റിയാക്ഷൻ ശക്തമായിട്ട് വരുന്നു. പിന്നെ ഒരിക്കലും മാറാൻ പറ്റാത്ത പോലെയായി മാറുന്നു. അതെന്താ എന്നോട് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആ ക്വാളിറ്റി മാറില്ല ചെയ്യുക, പ്രത്യക്ഷമാകും. അപ്പോൾ ദേഷ്യം കൊണ്ട് ഞാനും മാറുന്നില്ല, എൻ്റെ ലോകവും മാറും. രണ്ടും ഒന്ന് തന്നെയാണ്. ആ മറ കൂടുതൽ സ്ട്രോങ് ആയി ഞാൻ എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ചെറിയൊരു കൺഫൈൻമെൻറ്റിലേക്ക്, ഒരു പ്രിസണിലേക്ക് ചുരുങ്ങി പോകും ദേഷ്യം. അതാണ് നേരത്തെ ലാലാജി പറഞ്ഞ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ്ഡ് സ്റ്റേറ്റ് മൈൻഡുള്ള ഒരാൾ ഈ തരത്തിൽ ക്രോധം ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് വരില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ലാലാജി വീടാണ് ആധ്യാത്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ എന്നത്. അപ്പോൾ വീട്ടിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകം കീഴടക്കി എന്ന് തന്നെ പറയും. ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കൂ. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.